ന്യൂസ് സർവീസ് ആരംഭിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ ഡോക്ടർ ശശി തരൂരിൻ്റെ ലേഖനം ശ്രദ്ധേയവും തന്ത്രപരവുമാണ്. കുടുംബത്തിന് തീരെഴുതിയ പാർട്ടികളെക്കുറിച്ച് ആകെ പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ ദുർബലമാക്കിയ ദ ഗ്രേറ്റ് കോൺഗ്രസ് കുടുംബവാഴ്ചയെ തുറന്നുകാട്ടുകയാണ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ തരൂർ. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അടക്കം സുതാര്യമായിരുന്നില്ലെന്ന തരൂരിൻ്റെ ബോധ്യമാണ് ലേഖനത്തിൽ നിന്നും വായനക്കാരന് കിട്ടുന്നത്. പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമല്ല. ചെറിയൊരു സംഘം നേതാക്കളോ ഒറ്റ നേതാവോ തീരുമാനങ്ങൾ എടുക്കുന്നു. നിലവിലെ വ്യവസ്ഥിതി മാറ്റാൻ ഈ ആളുകൾക്ക് താല്പര്യമേയില്ല. കഴിവുകൾക്ക് മീതെ സ്വജനപക്ഷപാതം വിജയിക്കുന്നു. കഴിവുള്ളവർ അംഗീകരിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു. തരൂർ ഇങ്ങനെ എഴുതുമ്പോൾ വായനക്കാരുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന നേതാക്കൾ സോണിയയും രാഹുലും പ്രിയങ്കയും വദ്രയുമല്ലാതെ മറ്റാരാണ്? തോൽവി പതിവായിട്ടും കുടുംബവാഴ്ചക്കാർക്ക് പാർട്ടികളുടെ തലപ്പത്ത് തുടരാനാവുന്നുവെന്ന് തരൂർ പറയുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്ന മുഖങ്ങൾ നവീൻ പട്നായിക്കോ ഉദ്ധവ് താക്കറെയോ അഖിലേഷോ തേജസ്വിയോ അല്ല. തരൂരിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുലിൻ്റെയും KC വേണുഗോപാലിനെ പോലെയുള്ള അടുപ്പക്കാരുടെയും കഴിവുകേടാണ് തരൂർ പറഞ്ഞു വെക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ പ്രകടനം മോശമായാൽ കുടുംബവാഴ്ചയിലെ കിഡ്സിന് കണക്ക് പറയേണ്ടി വരുമെന്ന് ഉറപ്പുമില്ല എന്ന് തരൂർ പൊതിഞ്ഞു പറയുമ്പോൾ അമേഠിയിലെ രാഹുലിൻ്റെ തോൽവിയും വയനാട് മണ്ഡലം കൈകാര്യം ചെയ്തതിൽ കേട്ട വിമർശനങ്ങളും ഓർമ്മ വരും. കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂർ കൈ ചൂണ്ടുമ്പോൾ ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ സജീവൻ, മാധ്യമപ്രവർത്തകൻ, M പ്രശാന്ത്, മാധ്യമപ്രവർത്തകൻ, ദില്ലിയിൽ നിന്നും ദേശാഭിമാനി ലേഖകൻ. ഞാൻ ശ്രീകുമാറിനെയാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തെ ലൈവിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞാൻ ലാൽകുമാറിലേക്ക് പോകാം. ലാൽകുമാർ, കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂർ കൈ ചൂണ്ടുമ്പോൾ എന്ന് പറയുന്ന നിലയിൽ ഈ ലേഖനത്തെ ഏതൊക്കെ വിധത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ ആഴത്തിൽ കാണേണ്ടതുണ്ട്? അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയുടെ ഒരു വിശാലമായ ചിത്രമാദ്യം വരച്ചു വെക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇതിനാകെയും തുടങ്ങി വെച്ചതും ഇപ്പോഴും അഭംഗുരം തുടരുന്നതുമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ കൃത്യമായി വായനക്കാരൻ്റെ മനസ്സിലേക്ക് എടുക്കാൻ കഴിയും വിധത്തിലേക്കുള്ള വിമർശനങ്ങളല്ലേ അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, സമർത്ഥമായി തുറന്നു കാട്ടിയിരിക്കുന്നത്? ഇതിന് ഈ വിഷയത്തിന് സത്യത്തിൽ 2 ഡയമെൻഷനുണ്ട്. അതിൽ ആദ്യത്തേത് തരൂർ എന്ന കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനം. നോക്കൂ, അദ്ദേഹം ആ ആർട്ടിക്കിളിനകത്ത് ഈ പറയുന്ന DMK, ബിജു ജനതാദൾ, അഖിലേഷ് യാദവ്, ഇവരൊക്കെ ജമ്മു കാശ്മീരിൻ്റെ എക്സാമ്പിൾ ഇതെല്ലാം പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായി അറിയാം, അതിനകത്ത് ആദ്യത്തെ പോർഷനിൽ കവർ ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹം എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ഒരു പ്രശ്നവും ഇവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുള്ളതാണ്. ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയാണെന്നും ആ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള പ്രോക്സിമിറ്റി KC വേണുഗോപാലിനുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പോലും അദ്ദേഹത്തിന് നിലം തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതെന്ന് വലിയ രാഷ്ട്രീയ വിമർശനം കുറച്ച് നാളെങ്കിലും സർഫസിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഇതൊരു യാഥാർത്ഥ്യവുമാണ്. നോക്കൂ, ശശി തരൂർ AICC അധ്യക്ഷനായി മത്സരിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ദേശീയ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിന് പറഞ്ഞത്, AICCയുടെ പ്രസിഡന്റ് ഞാനാകുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്നോട് റിപ്പോർട്ട് ചെയ്യും. മറ്റ് കോർണറുകളിലല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോർണേഴ്സിലായിരിക്കത്തില്ല ഡിസിഷൻ മേക്കിംഗ് പവർ എൻട്രസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക, അത് എന്നിലായിരിക്കും. ഞാൻ പറയുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ തന്നെ ശശി തരൂർ തോറ്റു. നോക്കൂ, കേരളത്തിൽ നിന്ന് അടങ്ങുന്ന രാഷ്ട്രീയക്കാർ മൊത്തം മല്ലികാർജുന ഖാർഗെയുടെ പുറകെ പോകുന്നതും അത് ഖാർഗെയുടെ പുറകെ പോകുന്നതിന് കാരണങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധി എൻഡോഴ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഖാർഗെ ആണെന്നുള്ളതാണ്. ഇപ്പം ഒരു AICC അധ്യക്ഷനുണ്ട്, അന്ന് ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയും കൂട്ടരുമാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയാത്ത, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന ഫാമിലിയും പറയാത്ത ഒരു ഡിസിഷൻ ഖാർഗെ എടുത്താൽ ഖാർഗെ ഉറപ്പായിട്ടും ആ സ്ഥാനത്തിൽ നിന്ന് ഡീത്രോൺ ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തലത്തിൽ നോക്കുമ്പം ഈ പറയുന്ന ശശി തരൂരിൻ്റെ വിമർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നോക്കൂ, പണ്ട് അരുൺ ജെയ്റ്റ്ലി പറയുന്നൊരു കാര്യമുണ്ട്. അരുൺ ജെയ്റ്റ്ലിയെ കോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂട്ടണ്ട. കാര്യം അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനുപരി ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നതാണ്. അതിനൊരല്പം വസ്തുത ഉള്ളതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്യുന്നത്. ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ ഫോളോ ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ ഡൈനാസ്റ്റി ലീഡറിൻ്റെ സ്റ്റേച്ചർ അനുസരിച്ചായിരിക്കും അവർക്കുണ്ടാകുന്ന പെർഫോമൻസ്. ഇപ്പം നെഹ്റു എന്ന് പറയുന്നത് ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ
ഒരു എന്തുവാ സെൻറ്റർ ഓഫ് അട്രാക്ഷനിൽ നിൽക്കുന്ന ഒരാളാണ്. മിസസ് ഗാന്ധി അങ്ങനെ ഒരാളാണ്. അവർക്ക് രണ്ടുപേർക്കും വലിയ ഇമേജ് ഉള്ളത് കൊണ്ട് ആ പാർട്ടി നന്നായിട്ട് പെർഫോം ചെയ്യും. ആ തരത്തിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇമേജ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബെറ്റർ പെർഫോമൻസിന് പറ്റാത്തതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ വീക്ക് ഇമേജ് ആണെന്ന് അരുൺ ജെയ്റ്റ്ലി പറയുന്നൊരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പറയുന്നത് നിൽക്കട്ടെ, അത് അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അതിന് ആ പോയിന്റിന് ഒരു യാഥാർത്ഥ്യമുണ്ട്. കാര്യം ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കോർണറിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രമായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള, രാജ്യം മൊത്തം കിടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അത് കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ അല്ല, ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഈ പറയുന്ന സെക്യുലർ അലയൻസിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശശി തരൂരുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ പേഴ്സണൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിനുള്ളിലുള്ള പല ആൾക്കാരും വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശശി തരൂരിൻ്റെ വായിലൂടെ വരുന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ശശി തരൂരിന് തന്നെ ഒരു പെർട്ടിക്കുലറിസ്റ്റിക് ഇൻട്രസ്റ്റ് പല കാര്യത്തിലുണ്ട്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, അദ്ദേഹം കോൺഗ്രസിനെതിരെ ഒരു അറ്റാക്ക് നടത്തുന്ന ഒരു രീതി. ഇദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അകത്തുണ്ടെന്നുള്ളതാണ്. കോൺഗ്രസ് എടുക്കുന്ന പൊസിഷന് നേരെ ഘടകവിരുദ്ധമായി കുറേ നാളുകളായി പൊസിഷൻ എടുക്കുകയും അന്ന് ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞോട്ടെ എന്ന് പറയുക, ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെ ഒരുമിച്ച് പോകും? ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ആർക്കാ ഗുണം ചെയ്യുക? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ വന്നപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശശി തരൂരിൻ്റെ കുറച്ച് നാളത്തെ പ്രസ്താവനകളെല്ലാം എടുത്താൽ, എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ ഉള്ള ക്രിറ്റിസിസം അവിടെ നിൽക്കട്ടെ, ശശി തരൂരിനെ പേഴ്സണലി എടുത്താൽ ശശി തരൂർ പറയുന്നത് മൊത്തം ബി ജെ പി അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതുമൂലമാണ്. ഇതിനകത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് ഒരു കാര്യവും ചെയ്യുന്നുമില്ല. കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററായിട്ട് നിൽക്കുന്നു? അവിടെയാണ് ഇതിനകത്ത് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നതിനകത്ത് അദ്ദേഹം ബി ജെ പിക്ക് അകത്തുള്ള ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഒരു എക്സാമ്പിൾ പോലും എടുത്തിട്ടില്ല. ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും ഓരോ ഡൈനാസ്റ്റി ലീഡർഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മെയിൻ സ്ട്രീമിലല്ലെങ്കിലും ഇപ്പോൾ അമിത്ഷായുടെ മകൻ ജയ് ഷാ, ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജയ് ഷാ അമിത്ഷായുടെ മകനായതുകൊണ്ടാണ്. അങ്ങനെ പല കേസുകൾ നമ്മളുണ്ട്. അപ്പം മെയിൻ സ്ട്രീമിലല്ലെങ്കിലും സൈഡിൽ കൂടെ വെൽത്തി പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ലുക്രേറ്റീവ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്ന ബി ജെ പിയെ കുറിച്ച് ഒരു വിമർശനം പോലും ഒരു നിമിഷം അതുകൂടെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് പറയുമ്പോൾ അങ്ങനെ നമുക്കതിനെ കാണാമെങ്കിലും തരൂരിൻ്റെ മനസ്സിൽ താങ്കൾ പറഞ്ഞ പോലെ നീ ഇപ്പോൾ സൈഡിൽ കൂടി പോകുന്നൊരു കുടുംബവാഴ്ചയുടെ ഒരു എലമെൻ്റാണ് ബി ജെ പിക്കകത്തുള്ളത് എങ്കിൽ ഇതെഴുതുന്ന ഓരോ വരിയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തന്നെ ആകെ ബാധിച്ചിരിക്കുന്ന കുടുംബവാഴ്ചയും അതിൻ്റെ പരാജയവും അതിൽ അദ്ദേഹത്തെ പോലെ ഇപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ ഒരു വളരെ അകന്ന ഒരു കുടുംബവാഴ്ച വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. അതല്ലേ അതിൻ്റെ സത്യം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ലീഡർഷിപ്പ് അതിലേക്ക് വരുന്നില്ല. അത് കറക്റ്റാണ്. അല്ല, അതിനകത്തെ പ്രശ്നം എന്നാണെന്നറിയോ? എനിക്ക് അതിനകത്ത് ആ കാര്യത്തിൽ സംശയമില്ല. എൻ്റെ പ്രശ്നം അതല്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ എന്ന് ഓർത്തണം. ഈ കോൺഗ്രസ് കേരളത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാര് ഈ പറയുന്ന എന്റെ പ്രശ്നം അതാണ്. എന്റെ പൊളിറ്റിക്കൽ പോയിന്റ് അതാണ്. കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ഒരു കോൺഗ്രസ് വർക്കിംഗ്, ഇവിടുത്തെ കുറെ പേര് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നുമില്ല. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തുടങ്ങി വെച്ചതും തുടരുന്നതുമായ കുടുംബവാഴ്ചയുടെ വിമർശനപരമായ സാഹചര്യത്തെ വളരെ സ്പഷ്ടമായ ആളുകളുടെ മനസ്സിലേക്ക് എടുക്കും വിധത്തിലേക്കാണ്. എന്നാൽ അതിൻ്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു കാഴ്ച ഒക്കെ അദ്ദേഹം വിവരിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓരോ വിധത്തിലും വളരെ ആഴത്തിൽ വായനക്കാരന് പോകാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ഊഹങ്ങളും അനുമാനങ്ങളും എല്ലാം ചേർത്ത് വെച്ചാണ് വളരെ തന്ത്രപരമായി സമർത്ഥമായി തരൂർ ലേഖനം എഴുതിയിട്ടുള്ളത്. അങ്ങനെ അതിനൊരു വശമുള്ളപ്പോൾ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു കാലത്ത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഈ ലേഖനവും തരൂരിൻ്റെ ഈ കാഴ്ചപ്പാടും ഗുണം ചെയ്യുന്നതേ അല്ലല്ലോ.
അങ്ങനെ ചെയ്യുന്നതല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ഈ കാഴ്ചപ്പാടുകളും രീതികളും തുടരുന്ന തരൂരിൻ്റെ പ്രത്യേകിച്ച് പ്രവർത്തക സമിതിയാണ്, നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ, എന്നിട്ടും കോൺഗ്രസ് അതിന് മറുപടി പറയാനോ അതിൽ നിന്ന് തരൂരിനെ തിരുത്തിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിനെ തന്നെ ഈ വിധം ആളുകളുടെ മുമ്പിൽ വിമർശനപരമായി ആ നേതൃത്വത്തിൻ്റെ കഴിവുകേട് കൂടുതൽ ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് ഒരു നേതാവ് പ്രവർത്തിച്ചാൽ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്? ആ ലേഖനം ഏതൊക്കെ നിലയിലാണ് താങ്കൾ സമീപിക്കുന്നത്? താങ്കൾ ഏതൊക്കെ തരത്തിലാണ് അതിനെ സമീപിക്കുന്നത്? നോക്കൂ ശ്രീ ശരത്തെ, പൊതുസമൂഹം ചർച്ച ചെയ്യാത്ത, അധികം പേരൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അത് പ്രൊജക്റ്റ് സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു സോഷ്യൽ മാധ്യമത്തിൽ വന്നൊരു ലേഖനം, ഒരു മലയാളം പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നാണത് നിങ്ങളടക്കം ചർച്ചയ്ക്കെടുത്തത്. പക്ഷേ ഞങ്ങൾ ഇന്നലെ തന്നെ ശശി തരൂർ ഒരു എഴുത്തുകാരനാണ്. ശശി തരൂർ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ചും അതുപോലെ മറ്റ് പാർട്ടികളുടെ കുടുംബാധിപത്യത്തെക്കുറിച്ചുമൊക്കെ തോന്നിയത് അദ്ദേഹം എഴുതി. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു എഴുത്ത് ആയിട്ട് മാത്രം കണക്കാക്കി. കോൺഗ്രസ് അതൊരു ചർച്ചാ വിഷയമേ ആക്കുന്നില്ല. അത് കോൺഗ്രസ്സിന് ഒരു ഗുണവും ചെയ്യില്ല, കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ലെന്ന ശരത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. മറിച്ച് കോൺഗ്രസ്സിന് അതൊരു ഗുണവും ചെയ്യില്ല. അത് മാത്രവുമല്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങൾ ഒരു പ്രശ്നമില്ല, ഒരു ദോഷവുമില്ല. അത് ആരതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആര് ശ്രദ്ധിക്കുന്നത്? അത് വേറെ കാര്യം. ഞാൻ ചോദിച്ചതല്ല, അതിൽ അവതരിപ്പിച്ച തരൂരിൻ്റെ കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ഒരു എന്താ പറയുന്നത്, അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്നൊരു എന്നുള്ള ഒരു തിങ്കിങ്ങും താങ്കൾക്കില്ല എന്നാണോ? എന്തിനാണ്? അതൊരു റിയാലിറ്റി അല്ലേ? ഇന്ത്യത്തെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും അംഗീകരിച്ച റിയാലിറ്റിയാണത്, ഒരു യാഥാർത്ഥ്യമാണ്. നെഹ്റു കുടുംബവും ഇന്ദിരാഗാന്ധിയുടെ കുടുംബവും കോൺഗ്രസിനെ നയിക്കണമെന്നുള്ളത് കോൺഗ്രസ്സുകാർ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നതും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഈ കുടുംബാധിപത്യത്തെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സുകാർ വിജയിപ്പിച്ചതും. അതുകൊണ്ട് അദ്ദേഹം എന്ത് വേണേൽ എഴുതിക്കോട്ടെ. അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രശംസിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പിണറായി വിജയനെ പ്രശംസിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. പ്രവർത്തക സമിതി അംഗത്തിൻ്റെ അംഗം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ, ആ സമിതിയിൽ അവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം കഴിവുള്ളവരെ അംഗീകരിക്കണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ചില കഴിവുകളൊക്കെ ഉണ്ട്. ആ കഴിവ് കോൺഗ്രസ് അംഗീകരിച്ചു. അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗീകരിക്കണമെന്ന് മാത്രമല്ല, സ്വജനപക്ഷപാതം പിടിമുറുക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ല. ഇത് വെറും ജന്മാവകാശം, രാഷ്ട്രീയ നേതൃത്വം എന്നത് ജന്മാവകാശം ആണ് എന്ന ധാരണയ്ക്ക് അടിത്തറയിടും വിധത്തിലേക്കാണ് പെരുമാറി പ്രവർത്തിച്ചു പോകുന്നത്. അത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അടക്കം മത്സരിച്ച കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തന്നെയാണത് ഓർമ്മിപ്പിക്കുന്നത്. ഒരു സംഘം നേതാക്കളോ ഒരു നേതാവോ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവർക്ക് ഈ വ്യവസ്ഥിതി മാറ്റാനൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ പറയുന്ന രാഷ്ട്രീയ വിമർശനം പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ അതിനോട് മറുപടിയില്ല, അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത് ഏത് തരം രാഷ്ട്രീയമാണ്? എന്ത് തരം രാഷ്ട്രീയമാണ്? ഒന്നുകിൽ അത് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അത് തള്ളി പറയണം. ഇതിനു മുമ്പ് ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനോടുള്ള കോൺഗ്രസിൻ്റെ സമീപനമൊക്കെ ശരത്തിനും അറിയാമല്ലോ, ഇവിടേക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ചില പാർട്ടികളിൽ ചില നേതാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് കോൺഗ്രസിൽ മാത്രമല്ല, CPM-ലുമുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അവരെ ഒന്നും പുറത്താക്കിയിട്ടില്ലല്ലോ. അവരെ പുറത്താക്കുന്നതല്ല, മാത്രമല്ല അവരെ വീട്ടിൽ കണ്ട് അവരെ പാർട്ടിയുടെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുക. അതാ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകൾ തിരുത്തിച്ച് അതിന് കോൺഗ്രസ് വിശദീകരണം ഞാൻ പറയട്ടെ ശരത്തിങ്ങനെ ഓരോ ആ ഒരു ഡിബേറ്റിലേക്ക് എന്താണ് കോൺഗ്രസ് ഓരോ കാര്യം ഓരോ വരി പറയുമ്പോഴും ഈ കൈരളിയിലുള്ള ചർച്ചയുടെ പ്രശ്നം അതാണ്. ഓരോ വരി പറയുമ്പോഴും നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുക നല്ലത്. ചർച്ചയിൽ വരുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വരിക്കും ഓരോ വരിയും ഇത്ര ഇടപെടരുത്. നിങ്ങൾ ഇടപെട്ടോളൂ, നിങ്ങൾ ഇടപെടണം. കാരണം നിങ്ങൾ പാർട്ടി ചാനലാണ്. ഞാനൊരു പാർട്ടി സംവിധാനത്തിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണല്ലോ. പാർട്ടി ഇടപെടണം. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ഏത് രാഷ്ട്രീയ കക്ഷികളിലും ഉന്നതരായ നേതാക്കൾ അവർ ചില ഘട്ടങ്ങളിൽ അവരുടേതായ സ്വന്തം അഭിപ്രായം പറയും. അത് കേരളത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട്.
ആ പാർട്ടിയുടെ നേതാക്കളെ ഒരു പാർട്ടിയും അവരെ പുറത്താക്കാനോ അല്ലെങ്കിൽ അവരെ ധിക്കരിക്കാനോ ഇല്ലെന്ന് മാത്രമല്ല അവരെ ചേർന്ന് പോകണമെന്നാണ് പറയുക. അവരൊപ്പം പോയാലും പറയാം എന്താണ് പാർട്ടിക്കൊപ്പം ചേർന്ന് പോകണമെന്നാണ് പറയുക. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നില്ല. അപ്പോൾ ശശി തരൂരെ എത്ര ലേഖനം എഴുതിയാലും ശരി, കോൺഗ്രസ് നേതൃത്വം അത് പ്രതികരിക്കേണ്ട ഞാനല്ല കേട്ടോ ശരത്തെ, കോൺഗ്രസ് നേതൃത്വമാണ് പ്രതികരിക്കേണ്ടത്. കോൺഗ്രസ് നേതൃത്വം ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് ലേഖനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. പിണറായി വിജയനെ പുകഴ്ത്തി, അദ്ദേഹത്തിൻ്റെ വികസനത്തെ പുകഴ്ത്തി എഴുതി, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് എഴുതി, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വം അതിനോട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ ആ രാഷ്ട്രീയം മനസ്സിലാകുന്നവരാണ് ഇന്ത്യയിലത്തെ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സഹയാത്രികരും അതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളും. ഞാൻ ശ്രീ പ്രശാന്തിലേക്ക് വരാം. പ്രശാന്ത്, കോൺഗ്രസ് ഇതിനോട് പ്രതികരിക്കാത്ത ഒരു രീതി മുൻപും തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്ത നിരവധി ലേഖനങ്ങൾ ശ്രീകുമാർ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ മൗനം കൊണ്ട് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് തന്നെ നോക്കിയാൽ വി ഡി സതീശൻ്റെ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടാതെ പോകുമായിരുന്നു. മുൻപ് പ്രതികരിച്ചതിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുൻപ് നേരിട്ട അനുഭവമുണ്ട്. അത് നേർക്കുനേർ ഫൈറ്റിലേക്കൊക്കെ പോയൊരു കാലവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഈ ശൈലി തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തിൻ്റെ മൂർച്ച സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിന് നേരെ കുറെ കൂടി ശക്തവും തീവ്രവുമാക്കുകയാണോ ഈ ലേഖനം? അതാണോ, ആ ഒരു സൂചനയാണോ ഈ ലേഖനം നൽകുന്നത്, കോൺഗ്രസ് മൗനം പാലിച്ചാലും? ശരത്ത്, എന്തായാലും തരൂരിൻ്റെ ഈ ലേഖനത്തോട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്ന ഈ പ്രതികരണം ആ പാർട്ടി എത്തിപ്പെട്ട ഒരു ഗതികേടിനെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. അതായത് ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതൃത്വത്തെ അവർ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലൂടെ മാത്രം വന്നവരാണെന്നും അവർക്ക് കഴിവില്ല എന്നുമുള്ള തുറന്ന വിമർശനമാണ് ഈ ഒരു ലേഖനത്തിൽ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഉന്നത സമിതിയിലിരിക്കുന്ന ഒരു വ്യക്തി ഈ വിധം നിശിതമായൊരു വിമർശനം പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീകുമാരേട്ടൻ പറഞ്ഞു ഇതൊരു വലിയ ചർച്ചയായിട്ടില്ല, കൈരളി എന്തോ അത് ചർച്ചയ്ക്കൊരു വിഷയമായി എടുക്കുകയാണ്. ഇവിടെ ഡൽഹിയിലിരിക്കുമ്പോൾ സ്ഥിതി അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP ദേശീയ തലത്തിൽ ഇതൊരു വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. BJPയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. തരൂരിനെ അവർ പ്രശംസിച്ചു, തരൂരിനെ അവർ പുകഴ്ത്തി, തരൂരിൻ്റെ ധീരതയെ അവർ വാഴ്ത്തുകയാണ്. നോക്കണം, ബീഹാർ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വിമർശനം തരൂർ കോൺഗ്രസിലെ നെഹ്റു കുടുംബവാഴ്ചയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് മോഡി ബീഹാറിലെത്തിയപ്പോഴും ഇതേ വിമർശനമാണ് അദ്ദേഹം ശക്തമായി മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിലെയും RJDയിലെയും കുടുംബവാഴ്ച, അത്തരം കുടുംബവാഴ്ച ബീഹാറിന് ഗുണം ചെയ്യില്ല എന്നതും അത്തരം കുടുംബാധിപത്യത്തെ ബീഹാറിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നുമാണ് മോഡി ആഹ്വാനം ചെയ്തത്. ആ മോഡിയുടെ ആഹ്വാനം അതേപടി പകർത്തുകയാണ് തരൂർ ഈ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിശ്ചിതം തരൂർ ഇതിനു മുമ്പ് പലപ്പോഴും പാർട്ടിയിൽ നിന്ന് വേറിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം നേതൃത്വത്തെ ഈ വിധം തുറന്ന് വിമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരുപക്ഷെ മോഡിയെ പുകഴ്ത്തിയിട്ടുണ്ടാവാം, BJPയുടെ നയങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ടാവാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന ആ നെഹ്റു കുടുംബത്തെയാണ് അതിനിശിതമായി തരൂർ വിമർശിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ ഒരു പ്രസിദ്ധീകരണത്തിലോ മറ്റോ ആയിരിക്കാം വന്നത് എങ്കിൽ കൂടി അത് തരൂർ എഴുതിയ ലേഖനമായതുകൊണ്ട് ഇന്നത് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ആ തരൂരിൻ്റെ ഈ ലേഖനത്തെ എടുത്ത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ദേശീയ തലത്തിൽ ഒരു ചർച്ചയായി മാറുന്നു. BJP അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം പോലും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ വിധമെല്ലാം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടും അദ്ദേഹം അത് ചെയ്തോട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയുള്ള വളരെ സൗമ്യമായ സമീപനമാണ് ഇവിടെ ശ്രീകുമാരേട്ടനെ പോലെയുള്ള കോൺഗ്രസ് പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്നത്. അത് നിസ്സംശയമായിട്ടും കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയായിരുന്ന ആ ഒരു സംഘടനാ സംവിധാനം ഇന്ന് എത്തിപ്പെട്ട ആ ഒരു ദുർബല അവസ്ഥയെ തുറന്നു കാട്ടുകയാണ്. തരൂരിനെതിരെ ഒരു നടപടിക്ക് ധൈര്യപ്പെടാൻ ആ സംഘടനയ്ക്ക് കഴിയില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ തരൂർ BJPയിലേക്ക് പോകുമോ എന്ന വലിയ ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. അതിനേക്കാൾ നല്ലത് തരൂർ ഇവിടെ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ എന്നൊരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മനോഭാവം മാറിയിരിക്കുന്നു. പ്രശാന്ത്, അത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൂടുതൽ ദുർബലമാക്കില്ലേ? കാരണം പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസത്തോട് ഇടപെടാൻ കഴിയില്ല. തരൂരിനെ പോലൊരു നേതാവ് വളരെ ശക്തമായ വിമർശനം ആ നേതൃത്വത്തിന് നേരെ അക്കമിട്ട് നിരത്തുമ്പോൾ, മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെയാണോ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നൊരു മെസ്സേജ്? മൗനം കൊണ്ട് ശരിയായൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്?
ഒരിക്കലും കഴിയില്ല. അത് പ്രവർത്തകരോട് കോൺഗ്രസ് ഇതിലെ അവരുടെ കൃത്യമായ പാർട്ടി പൊസിഷൻ വിശദീകരിക്കുക തന്നെ വേണം. എന്തുകൊണ്ട് തരൂരിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല? ഇത് ആദ്യത്തെ തവണ മാത്രമല്ലല്ലോ, എത്രയോ വട്ടം തുടർച്ചയായി പാർട്ടി ലൈനിൽ നിന്ന് പരസ്യമായി വേറിട്ടുള്ള ശബ്ദം അല്ലെ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അപ്പോഴൊക്കെയും മിണ്ടാതിരിക്കുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാ പരിധിയും കടന്ന് കോൺഗ്രസിലെ സമുന്നത നേതൃത്വത്തെ തന്നെ നിശിതമായി ആക്രമിക്കുന്ന വിധമുള്ള ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസ് നേതൃത്വം കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമീപനത്തിൽ അധികം നാൾ മുന്നോട്ട് പോകാൻ കോൺഗ്രസിനാവില്ല. കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം ദുർബലപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു വസ്തുത കോൺഗ്രസ് അണികൾക്ക് കൂടി മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഈ നെഹ്റു കുടുംബവാഴ്ച അല്ലെങ്കിൽ രാഹുലിൻ്റെയും മറ്റും ആ ഒരു നേതൃശൈലിയിൽ മനമെടുത്ത് എത്രയോ കോൺഗ്രസ് നേതാക്കൾ ആ പാർട്ടി വിട്ടുപോയി മറ്റു പാർട്ടികളിൽ പോയി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആവുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അപ്പോഴും ഈ പറയുന്ന നെഹ്റു ആ കുടുംബവാഴ്ച അതിൽ തന്നെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റു മാർഗമില്ല. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനും അറിയാം. ആ കുടുംബത്തെ മാറ്റിക്കൊണ്ട് ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ, ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്കും അറിയാം. അങ്ങനെ തികച്ചും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കോൺഗ്രസ് എന്ന പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ കണ്ടില്ല എന്നടിച്ച് പരമാവധി മുന്നോട്ട് പോകാൻ അവർ കിണഞ്ഞു ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു അധികം നാൾ ആ ഒരു നിലയിൽ പോകാൻ കോൺഗ്രസ് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയേണ്ടി വരും. ഇവിടെ ശ്രീ സജീവൻ, നേരത്തെ എൻ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ലേഖനങ്ങളും പരാമർശങ്ങളും ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചതും കേരള സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വന്നിട്ടുള്ള രാജ്യത്തെ തന്നെ റാങ്കിങ്ങിൽ ഏറ്റവും ഒന്നാമത് തന്നെ എത്തിയ ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇതതാണോ? അതിലും അപ്പുറത്തേക്ക് കടന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തക സമിതിയിൽ നിന്ന് ആ പാർട്ടിയെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നെഹ്റു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളോടുള്ള വളരെ ശക്തമായ വിമർശനം പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ വളരെ സ്പഷ്ടമായി ആ വിമർശനങ്ങൾ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തും വിധത്തിലേക്കാണ് അദ്ദേഹം അക്കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിന് നേരത്തെ പ്രശാന്തും അല്ലെങ്കിൽ ഇവിടെ ലാലു ഒക്കെ പറഞ്ഞ പോലത്തെ ഒന്ന്, കോൺഗ്രസ്സിന് ഇതിപ്പോൾ ബി ജെ പിക്ക് സഹായകരമായി മാറുന്നു എന്നൊരു വിലയിരുത്തൽ വന്നാൽ അതിന് വഴിയൊരുക്കിയ ഒരു പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞൊരു ഉദാര കാഴ്ചപ്പാടോടെ അദ്ദേഹം അത് പറഞ്ഞോട്ടെ, അവിടെ ഇരുന്നോട്ടെ എന്ന നിലപാട് കോൺഗ്രസിന് സ്വീകരിച്ചു പോകാൻ കഴിയുമോ? മറ്റൊന്ന്, നേതൃത്വത്തിൻ്റെ നേതാവ്, അതും പ്രവർത്തക സമിതി അംഗം തന്നെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നല്ല ഏതു പാർട്ടിക്കും എത്രമാത്രം അത് വകവെച്ചു കൊടുക്കാൻ കഴിയും? ശ്രീകുമാറിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അതിലൊരു ഒരു ഭാഗം അദ്ദേഹം സംസാരിച്ചൊരു ഒരു ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് എഴുത്തുകാരനായ ശശി തരൂര് അദ്ദേഹം ഉപയോഗിക്കാത്ത വാക്കാണ്, സർഗാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അതിനൊന്നും കോൺഗ്രസ് പ്രതികരിക്കേണ്ടതില്ല എന്ന്. ഒരു എഴുത്തുകാരൻ, സാധാരണ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ നടത്തുന്ന പ്രസ്താവനകളെ കോൺഗ്രസ് അംഗീകരിക്കേണ്ടതില്ല. അദ്ദേഹം നടത്തുന്ന ലേഖനങ്ങളെ പരിഹരിക്കേണ്ടതില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് വെക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ശശി തരൂര് MP ആണ്. ശശി തരൂര് വെറും MP അല്ല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചയാളാണ്. ഇത്തരത്തില് ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രിയാണ്. കോൺഗ്രസിലെ പാർലമെന്റിൽ ഗംഭീരമായിട്ട് കോൺഗ്രസിന് വേണ്ടി ഒരു കാലത്ത് സംസാരിച്ചയാളാണ്. വളരെ ഗംഭീരമായ രൂപത്തിൽ വിഷയത്തിൽ ഊന്നിയിട്ട് സംസാരിക്കുന്ന ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ, ഇപ്പൊ പ്രസിഡന്റ് അല്ലല്ലോ, പ്രവർത്തക സമിതിയാണല്ലോ കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും നിർണായക തീരുമാനം എടുക്കേണ്ടത്. ആ പ്രവർത്തക സമിതിയിലെ ഒരു അംഗമായിട്ടുള്ള ആള് അദ്ദേഹമാണ് പറയുന്നത് ഈ കുടുംബാധിപത്യത്തിനെതിരെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഗാന്ധി കുടുംബം ഒന്നും പറയുന്നില്ല, നെഹ്റു കുടുംബം ഒന്നും പറയുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇത് കോൺഗ്രസ്സുകാർ അംഗീകരിച്ച കാര്യമാണ് എന്നാണ് ശ്രീകുമാർ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാർ അംഗീകരിച്ച കാര്യമാണെങ്കിൽ അവർ ഭരണഘടനയിൽ അത് ചേർക്കാം. എക്കാലത്തും കോൺഗ്രസിന് നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള ആളുകളാണ് എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. കോൺഗ്രസിന്റെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കോൺഗ്രസിന്റെ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാനും അതിന്റെ ഓരോ പ്രവർത്തകനും മത്സരിക്കാനും അതിന്റെ നേതൃത്വത്തിലേക്ക് എത്താനും പറ്റുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു കുടുംബം ആ പ്രസ്ഥാനത്തെ എക്കാലത്തും നയിക്കണമെന്ന് അതിൽ പറയുന്നില്ല. വേറെ കാര്യമുള്ളത്, ഇത് ജനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ അംഗീകരിച്ചുകൊണ്ടല്ല. ഇതുകൊണ്ട് പാർട്ടി ദോഷമുണ്ടാകില്ല എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രീകുമാർ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഗാന്ധിയുടെ മൈ ലെറ്റേഴ്സ് എന്ന് പറയുന്ന
ഗാന്ധിയുടെ പുസ്തകം ഉണ്ടല്ലോ, അദ്ദേഹം പലർക്കും അയച്ചുള്ള കത്തുകളുടെ ശേഖരമാണല്ലോ. അതിൽ മോത്തിലാൽ നെഹ്റുവിന് അയച്ച ഒരു കത്തിൽ, മോത്തിലാൽ നെഹ്റു ഒരു കത്തിന്റെ ഭാഗം പറയുന്നത്, പക്ഷെ അത് കോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ജവഹറിനെ ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള പക്വതയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. അതായത് മോത്തിലാൽ നെഹ്റു തന്റെ പുത്രനായ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കണം. അന്ന് അക്കാലത്ത്, കാരണം മോത്തിലാൽ നെഹ്റു ആയിട്ടുണ്ട്, എല്ലാ ആളും, ഗാന്ധി പോലെ ഒരു വർഷം മാത്രമല്ലേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗാന്ധിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യം ആ കത്തിൽ, അതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാണുന്ന കത്തിൽ അത് പറയുന്നത് അതിപ്പോ വേണ്ട, അത് ഇത്തരം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പക്വതയിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നുണ്ട്, കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ആ സ്ഥാനം കൊതിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പട്ടേല്. ഗാന്ധി കൊല്ലപ്പെടുന്ന അതേ ദിവസം പോലും വന്ന് പരാതി പറഞ്ഞ് തന്നെ ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ള പരാതിയായിരുന്നല്ലോ. നെഹ്റു ആധിപത്യത്തിലേക്ക് പോകുന്നു. ഇനി പട്ടേലിന്റെ കാലം കഴിഞ്ഞിട്ട് എത്രയോ ഉന്നത ശീർഷരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ അക്കാലത്തുണ്ട്, നിജലിംഗപ്പയെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ. എന്നിട്ടും നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകളെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി സർവാത്മന പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ. അങ്ങനെ പ്രസിഡന്റ് ആക്കി. അതിനുശേഷം പിന്നീട് അവർ കേന്ദ്രമന്ത്രിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ദിരാഗാന്ധിയാണ് അധികാരത്തിൽ വരുന്നത്. അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. ഇതൊന്നും അതിന്റെ ഒരു തിക്തഫലം ഉണ്ടാവുന്ന എങ്ങനെയാണ്? അവിടെയാണ് കോൺഗ്രസിലെ വലിയൊരു പിളർപ്പ്. ഈ സിൻഡിക്കേറ്റ് എന്ന് പറയാം, കോൺഗ്രസിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ജലിംഗപ്പയും പിന്നെ മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ പോകുന്നു. സംഘടന ഞങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പോകുന്നു. ഇന്ദിരാഗാന്ധിക്ക് സ്വാധീനിക്കാൻ പറ്റിയ കൊണ്ട് അവർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൂടെ അടിയന്തരാവസ്ഥയുടെ ഘട്ടമായിട്ട് തൊട്ടൊട്ടുമ്പൊക്കെ സഞ്ജയ് ഗാന്ധി അദ്ദേഹത്തോട് ചേർന്ന കുറെ ആളുകളും ഭരിക്കുന്നൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി 84 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റ് ആയിരുന്ന മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരുന്നു. അപ്പോഴും കോൺഗ്രസിൽ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ മരണശേഷം സോണിയാഗാന്ധിയെ കൊണ്ടുവരുമ്പോൾ അവർ പ്രധാനമന്ത്രിയാവണം എന്നുള്ളൊരു ചർച്ച വന്നല്ലോ. ആ സമയത്താണല്ലോ ഈ ശരത് പവാർ ഉൾപ്പെടെയുള്ള ശരത് പവാർ ആ സമയത്ത് ഏറ്റവും പവർഫുൾ ആയ കോൺഗ്രസ് നേതാവായിരുന്നു. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയാക്കാൻ തീർച്ചയായും യോഗ്യനായ ആളായിരുന്നു. ശരത് പവാർ പാർട്ടി വിട്ടു പോകുന്നു. അങ്ങനെ കുറെ പേര്, താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തന്നെ പാർട്ടി വിട്ടു പോവുകയാണല്ലോ. അപ്പൊ ഇത്തരത്തിൽ ഇതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടായ പരിക്ക് വളരെ കൂടുതലാണ്. ഒരു കുടുംബം മാത്രം കോൺഗ്രസിനെ ഭരിച്ചാൽ മതി എന്നത് അതിപ്പോ കോൺഗ്രസ്സുകാർ ഇപ്പൊ കുറെ പേര് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ആ സംഘടനയ്ക്ക് അതിനുശേഷം ഉണ്ടായ ഓരോ ഘട്ടത്തിലെയും പിളർപ്പ്, ഇപ്പോഴത്തെ എത്ര നേതാക്കന്മാർ ഇപ്പൊ അടുത്ത കാലത്ത് ഇവർക്ക് ശശി തരൂർ ഉൾപ്പെടെ കുറെ ആളുകൾ എതിർത്തിരുന്നല്ലോ. ഈ സോണിയാഗാന്ധിയുടെ ഈ ഒരു നിലപാട്, രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനൊക്കെ എതിർത്തിരുന്ന ആളുകൾ, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആള്, അതിനുശേഷം എത്ര പേര് പാർട്ടി വിട്ടുപോയി. അതെ, അതിൽ ഈ പുതിയ ഘട്ടത്തിൽ ശ്രീ സജീവൻ, പുതിയൊരു ഘട്ടത്തിൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ശരിയാണ്, പല തവണ കോൺഗ്രസ് ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത തരത്തിലൊക്കെ പരസ്യ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വരവും രീതിയുമാണോ ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലേഖനമടക്കം ഇവിടം മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ഘട്ടം മുതൽ തരൂരും കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഹ്റു കുടുംബവും അതുപോലെ തരൂരും തമ്മിലുള്ള ബന്ധം കുറെ കൂടി രാഷ്ട്രീയമായി വഷളാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഇതിൽ ഉണ്ടോ? ശശി തരൂർ ഈ ലേഖനത്തില് നെഹ്റു കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല, അവർ പേര് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള ഒന്നാണ്. അത് പല പാർട്ടികളിലേക്കും ഉണ്ടായിട്ടുണ്ട്. അത് ജനാധിപത്യം ദോഷമാണെന്ന രൂപത്തിലാണ് അദ്ദേഹം ലേഖനം പോകുന്നത്. പക്ഷേ അദ്ദേഹം എന്തിനു വേണ്ടി എഴുതിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ളത് കോൺഗ്രസിനകത്തെ കുടുംബാധിപത്യത്തിനെതിരെ തന്നെയാണ്. മോത്തിലാൽ തുടങ്ങിയിട്ട് വന്നിട്ടുള്ള ആ കുടുംബം മാത്രം മതി, അവർ തീരുമാനിക്കുന്ന ആളുകൾ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ നോക്കേണ്ടത് കഴിവിനെ ആദരിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിവുള്ള നേതാക്കന്മാർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുന്നുണ്ട്, അവരെ പൂജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലോ. ഓരോ കഴിവുള്ള നേതാവിനെ അതത് സ്ഥാനങ്ങളിൽ കൊടുക്കുക. ഞാനൊക്കെ എത്രയോ ആഗ്രഹിച്ചിരുന്ന കാര്യം, പാർലമെന്റിൽ
ലോക്സഭയിൽ നേതാവായിട്ട് കോൺഗ്രസ് പാർട്ടി നേതാവായിട്ട് ശശി തരൂരിനെ പോലെ ഒരാൾ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഞാൻ എത്രയോ തവണ നടന്നുകൊണ്ടിരിക്കും പാർലമെന്റിന്റെ ആ നടപടികൾ ശ്രദ്ധയോടുകൂടി കാണാറുള്ളതാണ്. എല്ലാ ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും, നരേന്ദ്രമോദി പോലും കൗതുകത്തോടെ വാ തുറന്നിട്ട് കേട്ടിരിക്കും. ഒന്ന് ശശി തരൂരാണ്, രണ്ടാമത് മെഹബൂബ മൈത്ര എന്ന് പറയുന്ന നേതാവാണ്. അവർ കോൺഗ്രസ്സുകാരിയല്ല, എന്നാൽ പോലും TMCയുടെ നേതാവ്. ഈ രണ്ടു പേരും വിഷയം അവതരിപ്പിക്കുന്ന തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് അവർ പറയുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. അല്ല, തരൂരിന്റെ ലോക്സഭയിലെ അവസരവും ഗണ്യമായി കുറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഒരു വെറും MP എന്ന നിലയിൽ അദ്ദേഹത്തിന്, നമുക്കറിയാമല്ലോ, പാർലമെന്റിൽ പ്രസംഗിക്കണമെങ്കിൽ നേതാവാണെങ്കിൽ, പിന്നെ ലോക്സഭാ നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് സമയം കൂടുതൽ കിട്ടും. ഇത് ശശി തരൂരിന് ഒരു പങ്ക് മാത്രമാണ് കിട്ടുക. അദ്ദേഹത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ ശരിക്കും അത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എപ്പോഴാണല്ലോ രാഹുൽ ഗാന്ധി വരുന്നത്, അതിനു മുമ്പേ നമുക്കറിയാമല്ലോ, അന്നത്തെ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒരു സോണിയാഗാന്ധി പോലെ അദ്ദേഹത്തെ പാർലമെന്റിൽ വെച്ചിട്ട് വഴക്ക് പറഞ്ഞ് നമുക്കറിയാം. ശരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്ത ആളെ ലോക്സഭയുടെ നേതാവാക്കി വെച്ചു. അത്തരം കാര്യങ്ങൾ അപ്പോഴൊക്കെ ശശി തരൂരുണ്ട്. ശശി തരൂരിനെ ആക്കണം എന്നുള്ളതല്ല, അങ്ങനെ കഴിവുള്ള നേതാക്കന്മാർ ആരൊക്കെ ഉണ്ടോ ആ ആളുകളെ അതായത് സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുക. അല്ലാതെ ഈ പാർശ്വവർത്തികളെ, ആജ്ഞാനുവർത്തികളെ കൊണ്ടുപോകുന്ന ഒരു കുടുംബവും അതിനോട് ചേർന്ന ആജ്ഞാനുവർത്തികൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ നീണ്ടുപോയേക്കും. പക്ഷെ നമ്മളിപ്പോ കാണേണ്ട 2014 അധികാരത്തിൽ വന്നുള്ള BJP ഇനി എന്ന് അധികാരം ഒഴിയുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊക്കെ സംശയം. കാരണം അതിനെ മറിച്ചിടാൻ പറ്റുന്ന നേതൃത്വം ഇപ്പുറത്തുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതെ, റൈറ്റ്. തരൂരിൻ്റെ ഇവിടെ ലാൽകുമാർ, തരൂരിൻ്റെ ഈ ലേഖനമാകെ പരിശോധിച്ചാലും രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ആ ഒരു ബലഹീനത പല രൂപത്തിൽ അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ പറഞ്ഞതുപോലെ മറ്റ് ചെറു പാർട്ടികൾ, സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ, ആധിപത്യമുള്ള പാർട്ടികളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഓരോ വിഷയങ്ങളും, താരതമ്യങ്ങളും നമ്മളത് കോൺഗ്രസ് പാർട്ടിയിലേക്കും രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലീഡർഷിപ്പിനെയും ആ ലീഡർഷിപ്പിനോടൊപ്പം നിൽക്കുന്ന ആളുകളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ പരാജയത്തെ ആ വിധം സ്മരിക്കും വിധമാണ് അദ്ദേഹം തന്ത്രപരമായി എഴുതിയിട്ടുള്ളത്. അതായത് രാഹുലിൻ്റെ പരാജയം, അല്ലെങ്കിൽ പ്രിയങ്കയ്ക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയാതെ വരുന്നത്, KC വേണുഗോപാലിനെ പോലെയൊക്കെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ ഒരു സ്വീകാര്യത, പക്ഷേ ആ സ്വീകാര്യത ഒട്ടും ജനാധിപത്യപരമല്ലാതെ കുടുംബവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ്. കഴിവ് പൂർണ്ണമായും തമസ്കരിക്കപ്പെടുന്നു. ഈ രീതിയിലാണ് ഈ വിമർശനം ആകെ ഇദ്ദേഹം അവതരിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ N. ശ്രീകുമാർ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് ഇതേക്കുറിച്ച് പ്രതികരിക്കാതെ തരൂരല്ലേ അവിടെ ഇരുന്ന്, അതും പ്രവർത്തക സമിതി അംഗമായി അവിടെ ഇരുന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്നു പറഞ്ഞ് ഇരു കൂട്ടർക്കും എങ്ങനെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ടോ? നിശ്ചയമായുണ്ട്. നോക്കൂ, ഇവിടെ ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പോയിന്റിൻ്റെ ഒരു പ്രശ്നം എന്തോ, അത് ശ്രീമാറിയേട്ടൻ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ, നമ്മൾ ഉദ്ദേശിച്ചത് ശ്രീമാറിയേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നെഹ്റു ഫാമിലിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത്. ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ചിൽ പറഞ്ഞത്. ആ ഫാമിലിക്കകത്ത് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ പെർഫോമൻസ് താഴ്പോവും. ഈ ശ്രീമാറിയേട്ടൻ ഉൾപ്പെടെ ഈ കൊടി പിടിച്ചിട്ട് അവസാനം ഇതിനകത്ത് വരുന്നത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളല്ലെങ്കിലും നിങ്ങൾ ആ കൊടി ഇയാൾക്ക് വേണ്ടിയിട്ടും ഈ ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കും പിടിക്കും എന്ന് നേരത്തെ പ്രീ ഡിഫൈൻഡ് പൊസിഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചു. കാര്യം BJP പോലെ ഒരു സംഘടനയെ ഈ പറയുന്ന മതം, വർഗീയത, വിദ്വേഷം പരത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു സംവിധാനത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ പോയിൻ്റാണ് പ്രശ്നം. കാര്യം നിങ്ങൾക്ക് യു ഹാവ് എ കൺക്ലൂസീവ് പൊസിഷൻ ദാറ്റ് യു വിൽ നെവർ ചേഞ്ച് യുവർ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഇയാളിൽ ഈ ഫാമിലിക്കകത്തുനിന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യോഗ്യതയില്ലാത്തവർ വന്നാൽ പോയി കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ ഏറ്റവും, ഈ പറയുന്ന യോഗ്യതയില്ലാത്തവനെ നിങ്ങൾ ചുമക്കാൻ ഈ പറയുന്ന താഴോട്ടുള്ളവരെല്ലാം തയ്യാറായിക്കൊള്ളണമെന്നില്ല. ഞാൻ കഴിഞ്ഞ സ്ട്രെച്ചിൽ പറഞ്ഞ ഒരു പോയിന്റിനകത്തൊരു പ്രശ്നം, അത് ഞാൻ കണക്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, അപ്പുറത്തേക്ക് പോയി. ഞാൻ ആദ്യം പറഞ്ഞ എന്താ, ശശി തരൂർ എന്ന കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിനകത്ത് നിന്ന് നടത്തുന്ന ഒരു വിമർശനത്തെക്കുറിച്ചാണ്.
അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ എന്താ, ശശി തരൂർ എന്ന വ്യക്തി സത്യത്തിൽ കോൺഗ്രസ്സുകാരനായി നിന്ന് ബി ജെ പിക്ക് വേണ്ടി എങ്ങനെ പണിയെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സാധാരണഗതിയിൽ ആൾക്കാരെന്താ ചെയ്യുക, കോൺഗ്രസിൽ നിൽക്കുന്നു, കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ പോയി ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി ചേരും. അതിന് പകരം സെക്യുലർ പൊളിറ്റിക്സിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിൽ ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ബി ജെ പിയിലേക്ക് യാത്ര തുടങ്ങുകയും എന്നാൽ ഇടയ്ക്ക് വെച്ചിരുന്ന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന് തന്നെ കോൺഗ്രസിൻ്റെ പണിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റും? അത് അപകടം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമല്ലേ. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കെതിരെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ബീഹാർ പൊളിറ്റിക്സിനകത്ത് കോൺഗ്രസ് എവിടെയെങ്കിലും തോക്കണമെന്ന് വിളിക്കുന്ന ലെഫ്റ്റിലുള്ളവർ ആഗ്രഹിക്കുമോ? ആരും ആഗ്രഹിക്കത്തില്ല. ലെഫ്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കറന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് ഈ പറയുന്ന ഒരു രീതിയിൽ ശശി തരൂറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുടർന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അത് സത്യസിദ്ധമായ കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് നടപടിയില്ല എന്ന് പറയുന്നത് അതിൽ പരം ഒരു രാഷ്ട്രീയ പാപ്പരത്തില്ല. ഒരു കാര്യം കൂടെ പറയാം ഞാൻ, ഒറ്റ കാര്യം, ഒരു എക്സാമ്പിളോടെ എന്നത് എക്സാംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം. നോക്കൂ, ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുകയും പെട്ടെന്ന് സൈഡ് ലൈൻഡായി പോയ ഒരാളാണ് മണിശങ്കർ അയ്യർ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മണിശങ്കർ അയ്യർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബി ജെ പി വിരുദ്ധ സ്റ്റാൻഡ് എടുത്താണ്. അത് കോൺഗ്രസിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ ഭാഷയൊക്കെ പ്രശ്നമായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി ഇവരെടുത്തു, അദ്ദേഹത്തിനെ പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്തു. അപ്പോൾ കോൺഗ്രസിനകത്ത് വർക്കിംഗ് കമ്മിറ്റിയിലൊന്നും എത്തിയിട്ടുള്ള ആളല്ല മണിശങ്കർ അയ്യർ. പക്ഷേ മണിശങ്കർ അയ്യർക്കെതിരെ നടപടി എടുത്തു. ഈ നടപടി എന്തുകൊണ്ട് ശശി തരൂറിനെതിരെ ഇവരെടുക്കുന്നില്ല? അതെന്നാ പറ്റാത്തേ? അപ്പോൾ അതാണ് ആ സംഘടനയുടെ ദാരിദ്ര്യം. സംഘടന എത്ര വീക്കായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഒരു പൊസിഷൻ, നിങ്ങളുടെ പോയിന്റിൽ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റാതെ വരിക. നോക്കൂ, നിങ്ങളെക്കുറിച്ച് ആത്മവിമർശനം നടത്തുന്ന ശശി തരൂറിനെതിരെ നിങ്ങൾ എടുക്കണ്ട, അത് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേണൽ ഡെമോക്രസിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ആരോട് വേണേൽ പറഞ്ഞു നിർത്താം. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ശശി തരൂറിനെ നിങ്ങൾ ഈ സെക്യുലർ പൊളിറ്റിക്സ് പറയുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും? അപ്പോൾ ശശി തരൂർ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട് എന്നിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്തിയിരിക്കുന്ന ആന്തരികമായ ഒരു പ്രശ്നം, അത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം ശ്രീമാറിയേട്ടൻ ഇത് പറഞ്ഞു ഒഴിഞ്ഞതിന് കാര്യം എന്താണെന്നറിയോ? ശ്രീമാറിയേട്ടൻ അറിയാം ഇതിന് കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ശശി തരൂർ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതൊന്നും ബാധിക്കത്തില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അത് കേരളത്തിലും ബാധിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉറപ്പായിട്ടും ബാധിക്കും. ശരത്തേട്ടൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ബി ജെ പിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ശരത്തേട്ടൻ ആലോചിക്കും, ശരത്തേട്ടൻ മാധ്യമപ്രവർത്തനം നടത്താൻ നോക്കേണ്ട എത്ര ആളായി. ബി ജെ പിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു വിഷയം ദേശീയ ചാനൽ ശക്തമായി പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ? ദേശീയ ചാനലിൽ വാർത്തയാണേ. ഈ പല്ലവി ഘോഷ് ഉൾപ്പെടെ ആൾക്കാർ 10-15 മിനിറ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് CNN-IBN. അത്രയും എക്സ്ക്ലൂസീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്ത ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി മാത്രം തെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ ചാനലുകൾ, ഈ നാട്ടിലെ ദേശീയ ചാനലുകൾ ശശി തരൂറിൻ്റെ ഈ പൊസിഷനോട് എൻഡോഴ്സ് ചെയ്യുന്നു. അതേ പൊസിഷൻ ബി ജെ പി എൻഡോഴ്സ് ചെയ്യുന്നു. എന്നാൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം എന്ത് വേണേൽ പറഞ്ഞോട്ടെ. ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ അദ്ദേഹം എഴുത്തുകാരനാവും. അങ്ങനെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ പറ്റത്തില്ല. അതിന് നടപടി കൃത്യമായി നിങ്ങൾക്ക് എടുക്കണം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയണം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കണം. നിങ്ങളുടെ ബി ജെ പി വിരുദ്ധ പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ ഈ വെള്ളം ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ശ്രീകുമാർ, ഒരു പ്രവർത്തക സമിതി അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് വലിയ തരത്തിൽ അപകടം ചെയ്യുന്നതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു ലാല്. പല സാഹചര്യങ്ങളും ഓർമ്മിപ്പിച്ചും അനുസ്മരിച്ചും തന്നെയാണ് അക്കാര്യങ്ങൾ ആകെ സൂചിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ ശരത്തെ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ എഴുത്തുകാരനായ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അതൊക്കെ ആ പറയുന്ന സമയത്തുള്ള നമ്മുടെ അഭിപ്രായത്തോട് ചേർത്ത് വെക്കണം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിക്കൊണ്ട് തന്നെയാണ് ശശി തരൂർ കഴിഞ്ഞ കുറേ കാലമായിട്ട് എഴുതുന്നതും പ്രശംസിക്കുന്നതുമൊക്കെ. ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും ചില കാര്യങ്ങളിൽ ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ പല രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പാർട്ടികളിലുമുള്ള മുതിർന്ന നേതാക്കളെ ഒറ്റയടിക്കെടുത്ത് ആരും പുറത്തിടില്ല. അത് കോൺഗ്രസ്സിലെ ഒന്നാമത്തെ കാര്യം, കുടുംബാധിപത്യം എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയത്തിൽ ആരും പറയാറില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഇപ്പോൾ കുടുംബാധിപത്യമല്ലല്ലോ, അത് ആദ്യം മനസ്സിലാക്കുക. മല്ലികാർജ്ജുന ഖാർഗെയാണ് കോൺഗ്രസ് പ്രസിഡൻറ്റ്. സോണിയാഗാന്ധി പാർട്ടിയിലെ ഭാരവാഹിത്വത്തിലില്ല.
അതുപോലെ രാഹുൽ ഗാന്ധി എം പിയാണ്, പ്രിയങ്ക ഗാന്ധി എം പിയാണ്, സോണിയ, അവരെയൊക്കെ തിരഞ്ഞെടുത്തതാണ് ജനങ്ങൾ. അതുമാത്രമല്ല, മല്ലികാർജ്ജുന ഖാർഗെ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ കുടുംബാധിപത്യം അവിടെ ഒന്നും ഇല്ല. ഒന്ന് ഇനിയിപ്പം അഥവാ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ റിയാലിറ്റി ജനങ്ങളും കോൺഗ്രസും അംഗീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പ്രവർത്തകർ. അതുകൊണ്ടാണ് അവർ ജയിച്ചു വന്നത്. ഈ ശരത് പവാർ പോയി എന്ന് പറഞ്ഞല്ലോ നമ്മുടെ സജീവൻ. ശരത് പവാർ പോയിട്ട് ആ ശരത് പവാർ തിരിച്ചു വന്ന് യു പി എക്ക് പിന്തുണ കൊടുത്തത് മറന്നു പോകരുത്. ഇപ്പോഴും ശരത് പവാർ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ദുർബലമാണെന്ന് പറയുന്നവർ നിങ്ങൾ തന്നെ, നിങ്ങൾ 4 പേരും കോൺഗ്രസ് വിമർശകരാണ്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം ദുർബലമാണെന്ന് പറയുന്ന ആ കോൺഗ്രസ് ആണ് ഇന്ന് ബീഹാറിലും മറ്റെല്ലായിടത്തും നേതൃത്വം നൽകുന്നത്. ആ കോൺഗ്രസ് ആണ് ശശി തരൂരിൻ്റെ പാർലമെൻറ്റിൽ അവസരം കുറഞ്ഞു എന്ന് ശരത്ത് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അവസരം കുറഞ്ഞിട്ടുണ്ടാവുക? അതൊന്ന് ആലോചിച്ച് നോക്ക്, അതും മനസ്സിൽ പിടിക്കുക. പിന്നെ ഈ കുടുംബാധിപത്യം എവിടെ ഇല്ലാത്തത്? CPM-ലുണ്ട്, CPI-യിലുണ്ട്, BJP-യിലുണ്ട്, കേരള കോൺഗ്രസിലുണ്ട്. എവിടെ ഇല്ലാത്ത എവിടെയാ? അപ്പോൾ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ കെ കരുണാകരനെ ഒരു കാലത്ത് പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇന്ന് എല്ലായിടത്തും കുടുംബാധിപത്യമുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ഒക്കെ ഉണ്ട്. അത് കുടുംബാധിപത്യം രാഷ്ട്രീയത്തിൽ ഇന്നൊരു വിഷയമല്ല. സഹോദരി സഹോദരന്മാരും ഉണ്ട്, വിഷയമല്ല. ഞാൻ പേര് പറയേണ്ടത് ആവശ്യമില്ല, ഇല്ലാത്തതുകൊണ്ടാണ്. ശരത്ത് പേര് പറയണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പേരും പറഞ്ഞുതരാം. ഇനി മറ്റൊരു കാര്യം, ഈ കോൺഗ്രസ് നേതൃത്വം ദുർബലം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് ഈ നമ്മുടെ രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ അവസാന പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോഴേ ഇന്ത്യയിൽ ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? വിദേശ വരുത എന്ന് പറഞ്ഞത്. അവർ മാറി നിന്നില്ലേ? പകരം വന്നത് ആരാ? മൻമോഹൻ സിംഗ് അല്ലേ? അപ്പോൾ എന്താ? മൻമോഹൻ സിംഗ് പാവ എന്നാക്കി മാറ്റി. അപ്പോൾ വന്നാലും കുഴപ്പം, വന്നില്ലെങ്കിലും കുഴപ്പം. ഇനി അത് കഴിഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയം എടുക്കൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, എന്ത് പറഞ്ഞാലും ശരി, ശശി തരൂർ എന്ന പ്രവർത്തക സമിതി അംഗം സജീവൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം എഴുതി, ആ ലേഖനത്തിലുണ്ട്. നെഹ്റു കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ലേഖനത്തിൽ. ആ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെക്കുറിച്ച് എഴുതിയെന്ന് മാത്രമല്ല, അത് അദ്ദേഹം എഴുതാൻ പാടില്ലാത്തതാണ്, പ്രവർത്തക സമിതി അംഗം എഴുതാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ശശി തരൂർ നടത്തുന്ന ഇത്തരം ചില ചെയ്തികളൊക്കെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. അദ്ദേഹം ഒരു MP ആണ് തിരുവനന്തപുരത്തെ. അദ്ദേഹത്തിൻ്റെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ MP സ്ഥാനവും പ്രവർത്തക സമിതി അംഗത്വവും രാജിവെച്ച് പുറത്തു പോകാം, ആരും തടയില്ല. ഇനിയും അദ്ദേഹം ഇവിടെ ഇതൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൽ ക്ഷീണമാകുമെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ശരത്തെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് താരപ്രചാരകരിൽ ഞാനില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ശശി തരൂർ, ഇലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ്. പക്ഷെ അവിടെ ഇടതുമുന്നണിയുടെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തോടെ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നാ പറഞ്ഞത്. അതെ, ക്ഷണിച്ചില്ല. അല്ല പറയാം, താരപ്രചാരകരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല, ക്ഷണിച്ചില്ലെന്നാണ് പറഞ്ഞത്. 8ാമത്തെ ആളാണ് അദ്ദേഹം. അതൊക്കെ പിന്നീട് പുറത്തു വന്നാണ്, നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഒരു പ്രവർത്തക സമിതി കേരളത്തിൽ നിന്ന് ഒരു ഫുൾ ടൈം പ്രവർത്തക സമിതി അംഗം എന്ന് പറയാൻ എത്ര പേരുണ്ട്? രമേശ് ചെന്നിത്തല പോലും ഞാൻ മനസ്സിലാക്കുന്നതിന് താഴെയാണ്. എന്നിട്ടും അദ്ദേഹത്തെ ആരും ബന്ധപ്പെട്ടില്ല എന്ന് പറയാൻ പരസ്യമായി അദ്ദേഹം പറയാൻ തയ്യാറായി. അങ്ങനെ നിരവധിയായ തഴയപ്പെടലിന്റെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടെന്നേ. അല്ലെന്നേ, അദ്ദേഹമല്ലേ പറഞ്ഞേ വിളിച്ചിട്ടില്ല എന്ന്. അത് പ്രത്യേക KPCC റിലീസ് ഇറക്കിയല്ലോ സണ്ണി ജോസഫ്. 8ാമത്തെ ആളാണ്. ഇപ്പോഴും എടുത്ത് നോക്കി, അത് കിടപ്പുണ്ട്, സൈറ്റിൽ കിടപ്പുണ്ട്, നമ്മളത് വെറുതെ സമയം കളണ്ട. പിന്നെ ഇവിടെ ശ്രീ പ്രശാന്ത് പറഞ്ഞു ഇങ്ങനെ എന്തുകൊണ്ടാണ്, പ്രശാന്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പുറത്താക്കാത്തത്, കോൺഗ്രസിൻ്റെ ദൗർബല്യ. എൻ്റെ പ്രശാന്ത്, ഞാനിത് തുറന്നു പറയാം. സുധാകരനെ എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ പുറത്താക്കാത്തത്? എത്രയോ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തെ പുറത്താക്കാം. എന്താ പുറത്താക്കാത്തത്? അത് അങ്ങനെയാണെന്ന് ചില പാർട്ടികൾക്ക് ചിലരെ അങ്ങനെ ഉണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അതൊക്കെ അംഗീകരിക്കേ. KE ഇസ്മയിൽ എന്താ CPM പുറത്താക്കാത്തത്? നമ്മൾ അംഗീകരിക്കേ. അത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചില എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള കാര്യമാണ്, അത് കോൺഗ്രസിന് മാത്രമല്ല. അപ്പം ശശി തരൂർ ലേഖനം എഴുതിയാൽ അദ്ദേഹം എഴുതിക്കോട്ടെ, അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്ത്. ഈ ഏകാധിപത്യ പ്രവണതയുള്ള, അതായത് കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരും അണികളും ജനങ്ങളും തിരഞ്ഞെടുത്ത ആളാണ് താനെന്ന് ശശി തരൂരിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിക്കൊരു അപമാനമല്ല ആയിട്ടല്ലേ തോന്നേണ്ടത്. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? പ്രശാന്ത്, അപ്പൊ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വരാം.
പ്രശാന്ത്, ഇത് രണ്ട് ഭാഗമുണ്ട്. കാരണം കോൺഗ്രസ് നേതൃത്വത്തെ ശശി തരൂർ വിമർശിക്കുമ്പോൾ അത് ഏറ്റവും അധികം രാഷ്ട്രീയമായി ഈ കാലത്ത് സഹായകരമായി മാറുന്നത്, അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നത് BJP ആണ്. വളരെ സ്വാഭാവികമായി രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ അവരതിനെ കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ രീതിയിലാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ദേശീയത? അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും താരതമ്യം കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് തരൂർ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഈ താരതമ്യത്തിന് പോലും ഉതകുന്നതല്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് പറഞ്ഞ പോലെ ഓരോരോ കാര്യങ്ങളെടുത്താൽ അദ്ദേഹത്തെ വളരെ പ്ലാൻഡായി കാൽക്കുലേറ്റഡായി തഴയപ്പെടുന്നതിൻ്റെ ഒരു വലിയ അനുഭവത്തിൽ നിന്നല്ലേ അദ്ദേഹം ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും സുതാര്യമല്ല. അദ്ദേഹം പറയുന്നു വ്യവസ്ഥിതിയെ മാറ്റാൻ താല്പര്യം ഈ കൂട്ടർക്കില്ല, കഴിവുകൾക്ക് മീതെ പലപ്പോഴും സ്വജനപക്ഷപാതം വിജയിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവ് അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് തരൂർ എന്ന് പറയുന്നൊരു നേതാവ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് പാർലമെൻറ്റിനകത്തും പുറത്തും സംഘടനാ തലത്തിലുമൊക്കെ കാട്ടുന്നൊരു സമീപനത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ അതിനല്ലേ പരിഹാരം ഉണ്ടാകേണ്ടത്? കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഫൈറ്റ് ചെയ്യുന്ന രീതിയിലല്ലേ തരൂർ മുന്നോട്ട് പോകുന്നത്? അല്ല, നോക്കൂ, തരൂര് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? അദ്ദേഹം താഴെത്തട്ട് മുതൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഉയർന്നു വന്നൊരു നേതാവല്ല. അദ്ദേഹം UN-ൽ ഉയർന്ന ചുമതലകളും മറ്റും വഹിച്ചൊരു വ്യക്തിയായിരുന്നു. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്, അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബം തന്നെയാണ് ശശി തരൂരിനെ ക്ഷണിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നതും തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നതും അത് മത്സരിച്ച് ജയിച്ച് അദ്ദേഹം MP ആവുന്നതും. അപ്പോൾ ഇതേ കുടുംബം തന്നെയാണ് തരൂരിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വന്ന തരൂരിന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അത് ഒന്ന്, തൻ്റെ അനുഭവ സമ്പത്ത്, അന്തർദേശീയ തലത്തിലും വേദികളിലും മറ്റും പ്രവർത്തിച്ചിട്ടുള്ള തൻ്റെ അനുഭവ സമ്പത്ത് രാജ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുക, അപ്പോൾ അതിനായിട്ട് തൻ്റെ ആ രാഷ്ട്രീയ മണ്ഡലത്തെ ഉപയോഗപ്പെടുത്തുക, അതായിരുന്നു തരൂരിൻ്റെ ഒരു ആശയം എന്നത്. അപ്പം അദ്ദേഹം വളരെ പണ്ഡിതനായൊരു വ്യക്തിയാണ്, എല്ലാവർക്കും അറിയാം. ലോക്സഭയിലെയും പാർലമെൻറ്റിലെയും മറ്റും അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നല്ലൊരു വാഗ്മിയാണ്, നല്ല ഭാഷാ ചാതുര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ്. ഈ പറയുന്ന ന്യൂ ജനറേഷൻ വിഭാഗത്തിന് വളരെ താല്പര്യപ്പെടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു വലിയ പിന്തുണ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ ഇല്ലാതിരുന്നിട്ട് കൂടി ജയിച്ചു കയറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അദ്ദേഹം ഒരു മികച്ച നേതാവാണ് എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഈ കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ ഒരു എന്താ പറയുക ഒരു സ്ഥാനം കോൺഗ്രസിൽ അദ്ദേഹത്തിന് ലഭിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകിയോ? അദ്ദേഹം UPA സർക്കാരിൽ അദ്ദേഹം അല്പനാൾ വിദേശകാര്യ സഹമന്ത്രിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി, പിന്നീട് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ദീർഘനാൾ ഇവർ പ്രതിപക്ഷത്താണ്, കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അപ്പോൾ പോലും സംഘടനയിലൊരു നല്ല ഉത്തരവാദിത്വം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൊടുക്കാൻ നേതൃത്വം ശ്രമിച്ചില്ല. അപ്പോൾ എന്താണ് അതിന് അടിസ്ഥാനപരമായ ഒരു കാരണം? എന്താണ്? കോൺഗ്രസിനെ ഇനിയും മുന്നോട്ട് നയിക്കേണ്ടത് സോണിയ നേതൃസ്ഥാനത്ത് നിന്ന് മാറി. ഇനിയും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയാണ്. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേതൃത്വം നൽകിയ 2 തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി തോറ്റു. അങ്ങനെ ഒരു പ്രതിച്ഛായയുടെ കാര്യത്തിൽ ഒരു ഇടിവ് രാഹുലിന് സംഭവിച്ചു. അത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്, അതായത് ഈ കുടുംബം തന്നെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് അതൊരു ക്ഷീണവും തിരിച്ചടിയുമായിരുന്നു. രാഹുലിൻ്റെ പ്രതിച്ഛായ മങ്ങുന്നു, മറുവശത്ത് മോഡിയുടെ പ്രതിച്ഛായ വല്ലാതെ രീതിയിൽ ഉയരുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനിടയിൽ മറ്റേതെങ്കിലും ഒരു നേതാവ്, പ്രതിച്ഛായയുള്ള നേതാവ് കോൺഗ്രസിൽ ഉയർന്നു വന്നാൽ അത് രാഹുലിൻ്റെ ആ ഒരു നേതൃപദവിയെ ചോദ്യം ചെയ്യുമോ എന്ന ആശങ്ക. അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന, ഈ രാഹുലിനെയും ആ നെഹ്റു കുടുംബത്തെയും ഉപദേശിക്കുന്ന ചില വ്യക്തികൾ, അത് കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളാണ് അതിൽ മുന്നിലുള്ളത്. അതിൽ ഏറ്റവും ആ കുടുംബത്തോട് അടുപ്പം പുലർത്തിയിരുന്നയാൾ AK ആൻ്റണിയാണ്. ഇപ്പം രാഹുലിനെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക തുടങ്ങിയ തന്ത്രപരമായ നീക്കമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു. ഇപ്പോൾ അവർ നിയന്ത്രിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അപ്പോൾ ഇവരൊക്കെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നേതൃത്വത്തെ അംഗീകരിച്ച് ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും മുന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ചുരുങ്ങിയ അജണ്ട മാത്രമാണ് ഈ നേതാക്കൾക്കൊക്കെ ഉള്ളത്. ഇതിൽ തന്നെ ചില നേതാക്കളാവട്ടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നൊരു മനോഭാവമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന വയനാട്ടിലേക്കുള്ള രാഹുലിൻ്റെ വരവ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറിയപ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസിന് അതുകൊണ്ടുണ്ടായ നേട്ടത്തെ ആഘോഷിക്കുകയാണ് ഈ നേതാക്കളൊക്കെ ചെയ്തത്. അതായത് ദേശീയ തലത്തിൽ എത്ര ചുരുങ്ങിയാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് കേരളം അവിടെ ഒരു ഭരണം പിടിക്കുക, അവിടെ കോൺഗ്രസിനെ നിലനിർത്തുക, അതിനുവേണ്ടി ഈ കുടുംബത്തിൻ്റെ ഒരു സ്വാധീനത്തെ അവിടേക്ക് എത്തിക്കുക എന്ന ചുരുങ്ങിയ അജണ്ട. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? തരൂരിനെ പോലെ കഴിവുറ്റ നേതാക്കൾ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം എന്നതിലാണ്
നമുക്കറിയാം കോൺഗ്രസിൽ അല്പനാൾ മുമ്പ് ഒരു വിഭാഗം ഈ പറയുന്ന കുടുംബവാഴ്ചയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. നമ്മുടെ ഗുലാം നബി ആസാദിൻ്റെയും അതേപോലെ ആനന്ദ് ശർമ്മയുടെയും മനീഷ് തിവാരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ആ വിഭാഗത്തെ പരോക്ഷമായി പിന്തുണച്ചൊരു വ്യക്തിയായിരുന്നു ശശി തരൂർ. അത് കഴിഞ്ഞ് ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ കുടുംബവാഴ്ച ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ആ പറഞ്ഞ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു. പകരം മല്ലികാർജുൻ ഖാർഗെ കുടുംബം തന്നെ തീരുമാനിക്കുന്നു. മറ്റാരുമല്ല തീരുമാനിക്കുന്നത്, ആര് പ്രസിഡന്റ് ആവണം എന്ന് തീരുമാനിക്കുന്ന കുടുംബമാണ്. ഖാർഗെ നോമിനേഷൻ കൊടുക്കുന്നു. സാധാരണഗതിയിൽ കുടുംബം അംഗീകരിച്ച് അങ്ങനെ ഒരു നോമിനേഷനിലേക്ക് പോയാൽ പിന്നെ ഒരു എതിർ ശബ്ദം ആ പാർട്ടിയിൽ ഉയരാറില്ല. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ അത് പ്രശാന്ത് നേരത്തെ എൻ ശ്രീകുമാർ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അധികാര ഘടനയുടെ സംഘടനാ ഘടനയുടെ ഒരറ്റത്ത് പോലും ഇല്ലാതെ വളരെ ഏറെ മാറി നിൽക്കുന്ന ഒരു കൂട്ടരാണ് സോണിയ, പ്രിയങ്ക, രാഹുൽ, വദ്ര നേരിട്ട് വരുന്നില്ലെങ്കിൽ പോലും എന്നുള്ള തരത്തിലാണ്. നോക്കൂ, ഖാർഗെ അല്ലേ പ്രസിഡന്റ് എന്ന രീതിയിലാണ്. ആ പവർ സെൻറ്ററിൽ ഇവരില്ലല്ലോ എന്ന ഒരു വിശദീകരണം നടത്തിയാൽ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്ന ഒന്നല്ല. പക്ഷേ അങ്ങനെ ചർച്ചകളിൽ പറയാനുള്ളൊരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ ചിന്തിക്കുന്നവരുടെ ഭാഗത്തുണ്ട്. അതാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത്. തീർച്ചയായും ശ്രീകുമാരേട്ടൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം വൈരുദ്ധ്യമാർന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ പോയത്. ഒരു ഭാഗത്ത് കോൺഗ്രസിൽ കുടുംബവാഴ്ച ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മല്ലികാർജുൻ ഖാർഗെയാണല്ലോ പ്രസിഡന്റിനാണല്ലോ എല്ലാ അധികാരങ്ങളും സ്ഥാനവും ഒക്കെ പ്രസിഡന്റിനാണല്ലോ, നെഹ്റു കുടുംബത്തിനല്ല. അപ്പോൾ കുടുംബവാഴ്ച ഇല്ല. അതേസമയം അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്നു, ഏത് പാർട്ടിയിലാണ് കുടുംബവാഴ്ച ഇല്ലാത്തത്? CPM-ലില്ലേ, CPI-ലില്ലേ, മറ്റെല്ലാ പാർട്ടികളിലും ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വൈരുദ്ധ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ സംഭാഷണത്തിൽ തന്നെ വന്നു. അപ്പോൾ എന്തായാലും ഖാർഗെ പ്രസിഡന്റ് ആയാലും മറ്റാര് പ്രസിഡന്റ് ആയാലും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും വ്യക്തമായ കാര്യമാണ്. അതാ നെഹ്റു കുടുംബത്തിൽ അവരാണ് അത് നിയന്ത്രിക്കുക. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ ലാൽകുമാറും മറ്റും സൂചിപ്പിച്ചു, എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ? അത് പ്രവർത്തക സമിതി അംഗമാണ് തുറന്ന വിമർശനം കോൺഗ്രസിലെ ഏറ്റവും ഉന്നത നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഈ പാർട്ടിയിൽ കുടുംബവാഴ്ചയാണ്. ആ ലേഖനം അടിമുടി കോൺഗ്രസ് നേതൃത്വത്തെയാണ് ലക്ഷ്യമിടുന്നത്. അതിൽ ചില പാർട്ടികളെ കൂടി പറയുന്നുണ്ട്. ബോധപൂർവ്വം BJP-യെ പറഞ്ഞിട്ടില്ല. അത് ലാൽകുമാർ നേരത്തെ സൂചിപ്പിച്ചു. BJP-യിൽ എത്രയോ നേതാക്കളുണ്ട് ഈ പറഞ്ഞ കുടുംബവാഴ്ച പിൻപറ്റി ഇന്ന് നേർനിരയിലേക്ക് ഉയർന്നു വന്ന എത്രയോ വിരലെണ്ണ അതിനും അപ്പുറമുള്ള നേതാക്കളുണ്ട്. അതിൽ ഒരാളുടെ പോലും പേര് പരാമർശിക്കാതിരിക്കാൻ തരൂർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. നിശ്ചയമായും ഒരു BJP ഏജന്റ് എന്ന നിലയിലാണ് അദ്ദേഹം കുറച്ച് നാളായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വരും ഓരോ ദിവസവും അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരു BJP നേതാവിനെ ഈ പറയുന്ന പ്രവർത്തക സമിതിയിൽ വെച്ചുകൊണ്ട്, പ്രവർത്തക സമിതി ഞാൻ മനസ്സിലാക്കുന്നതോളം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത സമിതിയാണല്ലോ. പ്രസിഡന്റും വളരെ ചുരുക്കം ആളുകളും, കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു KC വേണുഗോപാലും തരൂരും മാത്രമാണ് ഉന്നത സമിതിയിലുള്ളത്. VD സതീശനോ ചെന്നിത്തലയോ അതുപോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സമിതിയിൽ അതെ അപ്പോൾ അങ്ങനെ ഒരു സമുന്നത സമിതിയിൽ ഒരു BJP ഏജന്റ് കടന്നുകൂടിയിരിക്കുന്നു. ഈ ഒരു സ്ഥിതിയിൽ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്, അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? കാരണം ഒരു BJP-യുടെ ഒരു സൈഡ് ലൈനായി ആ പാർട്ടി മാറി എന്നതിനൊരു തെളിവായി മാറുകയാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഏജന്റിനെ വെച്ചിട്ട് ആ ഏജന്റിനെതിരെ ഒരു നടപടിക്ക് പോലും ആ നേതൃത്വം ധൈര്യപ്പെടുന്നില്ല. ഇപ്പം ശ്രീകുമാറിൻ്റെ മറ്റും വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം വേണമെങ്കിൽ സ്വയം പുറത്തു പോയിക്കോട്ടെ, ഞങ്ങളായിട്ട് പുറത്താക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ത് തരൂർ പറഞ്ഞാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മനോഭാവത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നിലവിൽ നീങ്ങുന്നത്. അത് എങ്ങനെയായാലും ദേശീയതലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുള്ളൂ. ഇവിടെ ശ്രീ സജീവൻ ഈ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഒന്ന് സൂചിപ്പിക്കാം. നേതാവിൻ്റെ നേതൃപരമായ പരാജയങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് തോൽവികൾ, അടുത്ത സെൻറ്റൻസാണ്, അതിന് മുമ്പ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് തോൽവികൾ തുടർച്ചയായി ഉണ്ടായിട്ടും പാർട്ടികളുടെ തലപ്പത്ത് തുടരാൻ കുടുംബവാഴ്ചക്കാരെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ ഈ കുടുംബവാഴ്ചയിലെ കിഡ്സായി വന്നിട്ടുള്ള നേതാക്കൾ, അതുപോലെ തന്നെ അതിന് പ്രാപ്തരാക്കുന്നവർ, ഇവരെ രണ്ടുപേരെയും ഒരുപോലെ തന്നെ ഈ വാക്യങ്ങളിലൂടെ വിമർശിക്കുകയല്ലേ ശശി തരൂർ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പരിശ്രമിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളോടുള്ള വിമർശനം നോക്കൂ. ഇന്ന് VD സതീശൻ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല ചോദിച്ചിട്ട്. കാരണം മുൻപത്തെ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അകലം പാലിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് കാര്യത്തിലും ഇപ്പോൾ പ്രതികരിക്കാൻ ശ്രദ്ധിക്കുന്ന KC വേണുഗോപാൽ ശശി തരൂരിനോട് പ്രതികരിക്കാൻ ഇടയുണ്ടോ? താങ്കൾ എന്ത് കാണുന്നു, എന്ത് പറയുന്നു? ശ്രീകുമാർ ഇപ്പോൾ ഇവിടെ നടത്തിയതുപോലെ അവഗണിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള നയമായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി മുതൽ ഉള്ള KC വേണുഗോപാൽ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പുറത്തുമായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. കാരണം അവർക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം ശശി തരൂർ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തരൂർ ചെയ്തത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിലനിർത്താൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന് അടുത്ത
2026 മത്സരിക്കാൻ അവസരം കൊടുക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല അദ്ദേഹം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ BJP ആക്കിയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ശശി തരൂരിനെ പോലെയുള്ള, ശശി തരൂർ മാത്രമല്ല, നമ്മൾ അതിനു മുമ്പേയുള്ള കാര്യം VP സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അവരൊക്കെ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത്? ഇപ്പൊ ശരത് പവാർ തിരിച്ചു വന്നല്ലേ, എത്ര ആളുകൾ കോൺഗ്രസ് നിന്ന് വിട്ടുപോയി, എത്ര സമുന്നതരായിട്ടുള്ള ആളുകൾ. ഇപ്പോ ശശി തരൂരിനെ മാത്രം നമ്മൾ കണക്കാക്കിയാൽ പോരാ, അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് P. ചിദംബരമാണ്. ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നെങ്കിൽ പോലും രാഷ്ട്രപതി ആയതിനു ശേഷം മുഖർജി, പ്രണബ് കുമാർ മുഖർജി BJPക്ക് അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, അവരുടെ യോഗത്തിൽ പോയിട്ട് സംസാരിച്ചില്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം കോൺഗ്രസിലേക്ക് ഈ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു കുടുംബം മുന്നോട്ടേക്ക് പാർട്ടിയെ കൈയടക്കുന്നു മാത്രമല്ല, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്നു. അതാണ് ചിദംബരമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിലൊരു വലിയ പ്രശ്നമുള്ളത്, ഇവിടെ പറഞ്ഞു ശ്രീകുമാർ പറഞ്ഞ പോലെ ഇത് കുടുംബാധിപത്യമല്ല എന്ന് പറഞ്ഞു. മക്കൾ രാഷ്ട്രീയവും കുടുംബാധിപത്യവും വേറെ വേറെയാണ്. ഇവിടെ കുടുംബത്തിന്റെ കയ്യിലാണ് എക്കാലത്തും പാർട്ടി ഉള്ളത്. ഇവിടെ ഇപ്പൊ ഈ സമയത്ത് സോണിയാഗാന്ധി ഇല്ല, ആരില്ല എന്നൊക്കെ പറയപ്പോൾ ആരാണ് ഹൈക്കമാൻഡ്? മല്ലികാർജുൻ ഖർഗെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, KC വേണുഗോപാലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഈ കുടുംബം മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനെയാണ് ഈ ആളുകളൊക്കെ വിമർശിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വളരെ ചെറിയ റെസ്പോൺസ് നമുക്ക് ഈ ചർച്ചകൾ അവസാനിപ്പിക്കാം, അതിനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അതായത് എത്രയൊക്കെ രാഷ്ട്രീയ വിമർശനം നേതൃത്വത്തെ വിമർശിച്ചാലും തരൂർ വേണമെങ്കിൽ സ്വയം പൊക്കോട്ടെ എന്നൊരു ലൈൻ സ്വീകരിച്ച് നിൽക്കും എന്നാണ് ശ്രീകുമാർ പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ എത്ര നാൾ കഴിയും? ഈ ശ്രീകുമാരേട്ടൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പം ഈ അക്കരെ അക്കരെ സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ഈ മോഹൻലാലിന് മുന്നിൽ ഇരിക്കുമ്പം ഈ അടി കൊടുത്തിട്ട് ഞാൻ ഇനിയും ഞാൻ സഹിക്കും എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ശ്രീകുമാരേട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൃത്യമായി നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. എന്താണ്? ശശി തരൂർ എടുക്കുന്ന പണി BJPക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ മിണ്ടത്തില്ല. അതെന്താ കാര്യം? അതിനൊരു കാരണം വേണ്ടേ? നിങ്ങൾ എന്താണ് ശശി തരൂരിൽ ഭയക്കുന്നത്? ശശി തരൂർ നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് മറ്റാർക്കും എതിരെ നടപടി എടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു? അതിനൊരു റീസൺ കോൺഗ്രസിന്റെ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചകുച്ചടക്കി നിൽക്കുമെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് ഇത് അറിയാൻ ഒരു താല്പര്യമില്ലേ? നിങ്ങൾ ഇതിന് ഭയക്കുന്നതെന്ന് അറിയാൻ താല്പര്യം വരത്തില്ലേ? പിന്നെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയുന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ മൊട്ടയടിക്കുമെന്ന് പറയുന്ന സുഷമാ സ്വരാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ല. അന്നും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് ആർക്കായിരുന്നു ഇവിടെ വരുന്നത്? പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞവരാണ് ഇവിടെ ഉള്ളത്. അത് BJPയെ ഭയന്ന് BJP എങ്ങനെ അത് ട്വിസ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ പേടിച്ചിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒഴിവാക്കി. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീക്ക് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന അധികാരം മൊത്തം സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇരുന്നത്. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ബുക്ക് തന്നെ സഞ്ജയ് വാര്യർ എഴുതി. അങ്ങനെ എഴുതാനുള്ള അന്തരീക്ഷം എങ്ങനെ ആരുണ്ടാക്കി കൊടുത്തു? നിങ്ങൾ ആ നേതാവ് ആ പറയുന്ന നേതൃത്വത്തിലേക്ക് വന്നില്ല. നിങ്ങൾ ഒളിച്ചോടിപ്പോയി അവിടുന്ന് BJPയെ ഭയന്ന് അല്ലേ നടന്നതല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മൻമോഹൻ സിംഗിനെ എങ്ങനെ ആക്കി എന്നുള്ളതാണ്. BJPക്കാർ പറഞ്ഞു ഞങ്ങൾ മുട്ടയടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മുട്ടയടിക്കും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാൽ. എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചു. അല്ല പിന്നെ എന്താ സംഭവിച്ചേ? നമ്മൾ ഇന്നോടുകൊണ്ട് കാര്യമുണ്ടോ? ശരി ശ്രീകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രതികരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാലും നേതൃത്വത്തിൻ്റെ പരാജയത്തെ തുടർ ചർച്ചയാക്കി ഒരു പൊളിറ്റിക്കൽ ഡയലോഗിലേക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിനെ കൊണ്ടുവരിക എന്നത് തന്നെയാവില്ലേ തരൂർ ലക്ഷ്യം വെക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, തരൂരിൻ്റെ ലേഖനം അദ്ദേഹം എഴുതിക്കോട്ടെ, അത് കോൺഗ്രസ് അതിനെക്കുറിച്ച് ഗൗനിക്കുന്നില്ല. അത് കോൺഗ്രസ് നേതൃത്വം പിന്നെ മറ്റു കാര്യങ്ങൾ പറയും. പക്ഷേ BJPയുടെ ഒരു വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്ന കാലത്തെ ഇല്ലാതാക്കിയത് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണെന്ന് ശ്രീ പ്രശാന്ത് ഓർക്കണം. പിന്നെ മറ്റൊരു കാര്യം, ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ഏജൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പറയണം. കാരണം PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് ഞാൻ അറിഞ്ഞില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അത് ഒപ്പിട്ടയാൾ BJPയുടെ ഏജൻ്റാണ് ശിവൻകുട്ടി എന്ന് ഞാൻ പറയില്ല കേട്ടോ.
അത് ഞാൻ പറയില്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അത് പറയുമ്പോഴും നമ്മൾ ശശി തരൂർ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കോൺഗ്രസ് പ്രതികരിക്കും. പക്ഷേ അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്നതിനോട് ഒരു യോജിപ്പും കോൺഗ്രസിന് ഇല്ലെന്ന് മാത്രമല്ല പ്രവർത്തകർക്കും ഇല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുടുംബമാണെങ്കിലും അല്ലെങ്കിലും അവരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവരുള്ളിടത്തോളം കാലം അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും. അവരുടെ ഭൂരിപക്ഷം അതുകൊണ്ടാണ് ലക്ഷങ്ങൾ കടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തരൂര്, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിവില്ലാത്തവരായി ഇവരെ കാണുന്നുണ്ട് തരൂര്. എന്നിട്ടും പ്രകടനം മോശമായാൽ അവർക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന് ഉറപ്പില്ല. സത്യമല്ലേ? അല്ലെങ്കിൽ ശരിയല്ലേ? അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റിട്ടും രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ ആ തോൽവിയിലേക്ക് കാര്യങ്ങളെ നയിച്ചതിലൊരു ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അദ്ദേഹം വയനാട്ടിൽ നിന്ന് വന്ന് മത്സരിച്ച് വളരെ സേഫായി BJP വിരുദ്ധ മണ്ണിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയതിനപ്പുറത്തേക്ക് ഒരു വലിയ പരാജയത്തിൻ്റെ പ്രധാന കാരണക്കാരൻ രാഹുൽ ഗാന്ധി എന്ന നിലയിലേക്ക് കോൺഗ്രസ് ചിന്തിച്ചോ? അമേഠി എങ്ങനെ പോയി? എൻ്റെ ശരത്തെ നോക്കൂ, ശരത്തെ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് അല്ല സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ കിഷോർ ശർമ്മ. അതുപോലെ അവിടെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ, പ്രിയങ്ക ഗാന്ധി ജയിച്ചില്ലേ. കുടുംബവാഴ്ചക്കാരായിട്ടുള്ള ആളുകൾ ആവശ്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിവില്ലാത്തവരായാൽ, അവരുടെ പ്രകടനം മോശമായാൽ, ഇതല്ലേ രാഹുലിന് കിട്ടിയ പ്രിവിലേജ്? കുടുംബവാഴ്ചയെ ജനങ്ങളും ഈ കുടുംബവാഴ്ചയെ ജനങ്ങളും കോൺഗ്രസും അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ അതിൽ വേറെ ആരും ബുദ്ധിമുട്ടുണ്ട്. ഈ അവസ്ഥ രാഹുൽ ഗാന്ധി ശരി, അതായത് നോക്കൂ, കർണാടകത്തിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി, ആ മുന്നണിയാണ് BJPയുടെ ഇപ്പൊ രണ്ടുപേരുടെ സപ്പോർട്ടോടെയല്ലേ പ്രശാന്ത് നിൽക്കുന്നത്. അതിന്റെ കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ്. എൻ ശ്രീകുമാർ പറയുന്നത് ഈ ലീഡർഷിപ്പിന്റെ കുടുംബവാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചതല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ടുണ്ട്. ഈ കാലത്തെ ലീഡർഷിപ്പാണ് തുടർച്ചയായി വിമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് തരൂർ വളരെ ഭംഗിയായി തന്ത്രപരമായി പറഞ്ഞു വെച്ചു. ഈ ലീഡർഷിപ്പിനെ ആ നിലയിൽ അംഗീകരിച്ചതാണ് രാജ്യം എന്നൊക്കെ ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പ്രശാന്തിന് മനസ്സിലായോ? വളരെ വളരെ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം പ്ലീസ്. ഈ നിലവിലെ നേതൃത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കിയ ഒരു നേതൃത്വമാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തോ അത്ഭുതം സംഭവിച്ചു എന്നൊക്കെ ശ്രീമാറ്റം പറയുന്നത് അത് ഈ നേതൃത്വത്തിന്റെ മികവ് കൊണ്ടല്ല. അതിന് ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഈ രാജ്യത്ത് ഉടലെടുത്തു, അവർ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇരുന്നു കൊണ്ട് BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ശശി തരൂരിന്റെ നടപടികളെ എത്ര നാൾ ഞങ്ങൾ കാണാതിരിക്കും എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പോകാൻ പറ്റും? അതിനെപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയുക? കാരണം ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും തരൂരിന്റെ വിമർശനങ്ങൾ കൂടുതൽ തുറന്നു വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറയെ തന്നെയാണ് തരൂർ ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം നെഹ്റു കുടുംബം ഇല്ലാതെ ഒരു കോൺഗ്രസ് ഇല്ല, അത് ശ്രീകുമാരൻ അടക്കം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നേതൃത്വത്തെ തുറന്നു വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തരൂർ അങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര നാൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? മറ്റൊന്ന്, രാഷ്ട്രീയമായി മറുവശത്ത് BJP ആയുധമാക്കുകയാണ്. അത് കോൺഗ്രസിനെ ഉത്തരേന്ത്യയിൽ കൂടുതൽ ദുർബലമാക്കുന്ന സ്ഥിതിയിലേക്കും എത്തുന്നു. അങ്ങനെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്ര നാൾ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന ചോദ്യം തന്നെയാണ് വരുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളോട് ഇങ്ങനെ മൗനം കൊണ്ട് രാഷ്ട്രീയ വിശദീകരണം നൽകാതെ കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? രാഹുൽ ഗാന്ധിയുടെ വലിയ പരാജയത്തെ തുറന്നു കാട്ടുന്ന കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയ പാർട്ടികളിലെ വലിയ നേതൃത്വം അതൊരു ജന്മാവകാശം എന്ന നിലയിൽ കൈയാളുന്നു. അതിൻ്റെ നിരവധിയായ പരാജയങ്ങളും പ്രശ്നങ്ങളും തരൂർ ചൂണ്ടിക്കാട്ടുമ്പോൾ, വിശേഷിച്ചത് BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ, കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ച് തരൂർ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് വിയോജിച്ച് വിശദീകരിച്ച് അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ച് തരൂരിന് മറുപടി പറഞ്ഞ് ആ രാഷ്ട്രീയത്തെ, ആ സംവാദത്തിൽ തരൂരിൻ്റെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കെൽപ്പില്ലാത്ത നിലയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിൽക്കുകയാണ് എന്നതാണ് വളരെ പ്രകടമായി ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. വളരെയധികം ഈ ചർച്ചയിൽ പങ്കുചേർന്നതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും 4 പേർക്കും